Guys, महादेवसुतं गुरुमुखनुतं मालकोटि प्रकाशं शान्तं महाकाव्यनाटकादिप्रियं मूषिकवाहनमोदकप्रियं महागणपति मनसा യേശുനാഥനെ ലോകരക്ഷകനെ കരുണാകരനെ പരമ്പൊരുളേ യേശുനാഥനെ ലോകരക്ഷകനെ കരുണാകരനെ പരമ്പൊരുളേ ലോകരക്ഷകനേ രക്ഷകനേ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾ ചിലരെങ്കിലും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം എൻ്റെ സ്വന്തം ഭവനത്തിൽ ഞാൻ താമസിച്ചു വന്നു എന്ന്. ഒരുപാട് സുപ്രീം കോടതി കയറി ഇറങ്ങി നടന്നതുകൊണ്ട് വക്കീൽ ഭാഷ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തുടങ്ങുകയാണ്. ഡൽഹിയിൽ നിന്നും മിസ്റ്റർ മേനോൻ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷനെ പറ്റി ചർച്ച ചെയ്യാനായിട്ട് വന്നിട്ട് പൊന്നമ്മാൻ ചിത്ര തിരുനാളിൻ്റെ ഒപ്പ് വേണമായിരുന്നു. ചർച്ചകൾ വേണം, ഒപ്പ് പിന്നെ ചർച്ചകൾ വേണം. അപ്പോൾ ഇവിടെ വന്നിട്ട് അദ്ദേഹം അറിയിച്ചു, ഞാൻ 7:30-ക്കും 8-നും ഇടയ്ക്ക് കൊട്ടാരത്തിലെത്തും, റെഡിയായിട്ടിരിക്കണമെന്ന്. വലിയമ്പരാൻ തിരിച്ചു മറുപടി അയച്ചു, ഞാനപ്പോൾ ക്ഷേത്രത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് മറുപടി അയച്ചു, ക്ഷേത്ര ദർശനം മാറ്റിവെക്കൂ, എന്നിട്ട് ഈ കാര്യം നടക്കണം. അപ്പം ചിത്രനാൾ സ്വതേ വളരെ വളരെ സൗമ്യനാണ്, വളരെ സൗമ്യനാണ്. പക്ഷെ 2 വാക്കിൽ മറുപടി പറഞ്ഞു, ഞാൻ നിശ്ചയിച്ചു കൊള്ളാം. എന്നിട്ട് അദ്ദേഹം മാറ്റിവെച്ചില്ല, ക്ഷേത്രത്തിൽ പോവുക തന്നെ ചെയ്തു. പിന്നെ
മേനോൻ വന്നതും ചർച്ച നടത്തിയതും ഒക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം നിന്ന ഹാളാണ് ഇളയമകൻ കൊച്ചമകൻ ഉത്രാടം തിരുനാൾ തിരുമനസിൻ്റെ വിവാഹവും നേരത്തെ ജയൻ പറഞ്ഞ പോലെ ഇവിടെ തന്നെയാണ് നടന്നത്. അന്നും ഇവിടെ എന്ന് പറഞ്ഞു, ജയൻ പറഞ്ഞു ഒരു കിട്ടമിട്ട 50 പേരാണെന്ന്. അന്നും കല്യാണത്തിന് കിട്ടമിട്ട 50 പേരായിരുന്നു. അതും ഒരു കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്നിങ്ങനെ ഒരു ചരിത്രപ്രധാനമായ ഒരു സംഭവത്തിനും ഇന്ന് ഇവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ അസോസിയേഷൻ പ്രായമാകുമ്പോൾ ഈ പേരുകൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ അമ്മ എന്തൊക്കെ പറഞ്ഞിട്ട് പേര് പറഞ്ഞില്ലെങ്കിലും തിരക്കില്ല, തെറ്റായ പേര് പറയല്ലേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ആരെയും പേര് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യാറേ ഇല്ല. മാത്രമല്ല ഇവിടെ എല്ലാവരും VIPs. ആരെ ആദ്യം പറയണം, ആരെ രണ്ടാം പറയണം, എനിക്കൊരു പിടിയില്ല. അതുകൊണ്ട് പിന്നെ ഒരുമിച്ച് പറയുന്നതായിരിക്കാം ബുദ്ധി. പല തുള്ളി പെരുവെള്ളം, ലിറ്റിൽ ഗ്രെയിൻസ് ഓഫ് സാൻഡ് മേക്ക് ദ മൈറ്റി ലാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ചെയ്യുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതേസമയം നമ്മൾ കെട്ടിടങ്ങൾ കെട്ടിക്കൊടുക്കുന്നു, കല്യാണങ്ങൾ നടത്തുന്നു, എല്ലാം നല്ലത് തന്നെ. പറഞ്ഞ പോലെ 100 എണ്ണം വരുമ്പോൾ 5 എണ്ണം ചെയ്യാനേ ചിലപ്പോൾ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്കും അത് സ്ഥിരം, ഞങ്ങൾക്കും ഒരു അനുഭവമാണ്. ഞങ്ങൾക്കും ഞങ്ങളുടെ ട്രസ്റ്റുകളുണ്ട്. ഓരോ മീറ്റിംഗ് വരുമ്പോഴും കുന്നായിട്ടാണ് ആപ്ലിക്കേഷൻസ് വരുന്നത്. എല്ലാവർക്കും കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിലും ആസ്തിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മൈനർ നമ്പറിനാണ് കൊടുക്കുന്നത്, മേജർ നമ്പർ മാറ്റി വയ്ക്കുകയാണ്. ഒരുപാട് സങ്കടമുണ്ട്, പലതും മാറ്റി നിവൃത്തിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അതേസമയം ഒരു പേടി, ഒരു ആശങ്ക. നിങ്ങളൊക്കെ ലീഡേഴ്സാണ്, ലീഡേഴ്സ് ഇൻ യുവർ ഓൺ റൈറ്റ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇത് സമർപ്പിക്കുകയാണ്. എൻ്റെ താങ്ക്സ് പറയുന്നു. മകൻ ആദിത്യ അത് കുഞ്ഞായിരുന്നപ്പോഴേ ആയിട്ട് ഭഗവാന്റെ അടുക്കൽ ഇത്ര അടുക്കലായിട്ട് പിന്നെ വരുന്നുള്ള നിയമം അത് തന്നെയാണല്ലോ. അവിടെ അല്ലാതൊന്നുമില്ല. പക്ഷെ ഇപ്പം കമ്മിറ്റി മെമ്പറൊക്കെയാണല്ലോ. ഭഗവാന്റെ സഹസ്രനാമമുണ്ട്. കുഞ്ഞിലെ ഇയാൾക്ക് ഏകദേശം സഹസ്രമില്ലെങ്കിൽ ഒരു 10-15 പേരെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ട്. അതിലൊന്ന് അത്ഭുതവർമ്മ, അജിന്യവർമ്മ, അക്രമിവർമ്മ, അബദ്ധവർമ്മ, ഇങ്ങനെയൊക്കെ ഇയാൾക്ക് പേരുകളുണ്ട്. ആദ്യം ഇപ്പൊ പെണ്ണിലും അജിന്യവർമ്മയാണ്. എപ്പോഴെടുത്തൊന്നും അറിയാൻ വയ്യ. അയാളിപ്പോൾ അതിന് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ശരി. അപ്പൊ എന്തായാലും സന്തോഷമായി, സന്തോഷമായി. ഒരുപാട് നന്ദി.